തോരു മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ബബിതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇനി മുതൽ നീ അലീന ചേച്ചി എന്ന് തന്നെ തികച്ചും വിളിക്കണം, അല്ലാതെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ. ബാലചന്ദ്രൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ബബിത അങ്ങനെ പേടിച്ച് കരയായിരിക്കും. ആ സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനെങ്ങനെ കരയുന്നത്? അങ്ങനെ കരയാൻ മാത്രം ഞാൻ നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടോ? ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ, ഞാൻ വഴക്ക് പറയാൻ പോകുന്നതേ ഉള്ളൂ. എടി, നീ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ നീ എന്താ പറഞ്ഞത്? അലീനയെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്നോ? അതെ, ഒരു കാര്യം നീ മനസ്സിലാക്കുന്നത് നല്ലതാ. എൻ്റെ തലക്കകത്ത് ചെളിയല്ല, അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അമ്മ താഴെ കടന്ന് തുള്ളുന്നത് കണ്ടിട്ട് മോള് തുള്ളാൻ നിൽക്കണ്ട, അടിച്ച് ഞാൻ കർണം പൊളിക്കുമെന്നൊക്കെ പറയാനേ. അന്നേരം ബബിതക്ക് ആകെ സങ്കടം വന്നുകൊണ്ടതിന് ബബിത പറഞ്ഞത്, അച്ഛൻ ഞങ്ങളെല്ലാം അങ്ങനെ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് പറയും. ബാലചന്ദ്രൻ ചോദിക്കുന്നത്, അച്ഛന് വലിയൊരു അസുഖമുണ്ട് എന്ന കാര്യം നിനക്കറിയാവോ എന്ന് ചോദിക്കും. അപ്പോൾ അറിയാമെന്ന് പറയും. അച്ഛന് റെസ്റ്റ് വേണമെന്ന കാര്യം നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോഴും അറിയാമെന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അച്ഛന് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, എന്നിട്ട് അതിന് പരിഹാരം കാണാൻ നിങ്ങൾ എന്താ ഒന്ന് ശ്രമിക്കുമോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ബബിത ഇല്ല എന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അതെ, നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് പോയിട്ട് പാഠപുസ്തകം പഠിക്കോ, അങ്ങനെ എന്തെങ്കിലും പഠിക്കോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. അല്ലാതെ അമ്മ താഴെ തുള്ളുന്നത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ ബബിത അവിടെ നിന്നും പറഞ്ഞയക്കുന്നത് ബാലചന്ദ്രൻ. പോകുന്നതിന് മുൻപേ തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, പഠിക്കാൻ പറഞ്ഞത് അമ്മയുടെ സ്വഭാവമല്ല, പാഠപുസ്തകമാണെന്ന് ഒന്നുകൂടെ ഓർമ്മിച്ചതിന് ശേഷമായിരിക്കട്ടോ ബബിത അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കും ബബിത താഴേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയത്തെല്ലാം തന്നെ അലീന ആകെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമായിരിക്കും. കാരണം അലീനയ്ക്ക് നന്നായിട്ട് അറിയാലോ ബാലചന്ദ്രൻ എങ്ങനെയായിരിക്കും ബബിതയോട് പെരുമാറിയിരിക്കുന്നത് എന്ന്. ബബിത സങ്കടം വന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ വരെയായിരിക്കും. അലീനയെ കാണുന്ന സമയത്തിന് ദേഷ്യപ്പെട്ട് അലീന ഇങ്ങനെ തുറപ്പിച്ച് നോക്കിയതിന് ശേഷമായിരിക്കട്ടോ അവിടെ നിന്നും പോകുന്നത്. അലീന വീണ്ടും ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ വീണ്ടും കോളിംഗ് ബെല്ലടിക്കും. മറ്റു നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന നേരെ ബാലചന്ദ്രൻ്റെ മുകളിലേക്ക് അങ്ങ് കയറി പോവാണ്. അങ്ങനെ അലീന അവിടെ റൂമിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അത് കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പോലും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, സർ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ കുറച്ച് ദേഷ്യത്തോട് കൂടി തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിച്ചപ്പോൾ നീ വന്നില്ലല്ലോ എന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ബബിത കയറി വന്നു അതുകൊണ്ടാന്ന് പറയുന്ന സമയത്തിന്, അവൾ വന്ന പോലെ അങ്ങ് കയറി പോവുകയും ചെയ്തു എന്ന് പറയും. അന്നേരം സർ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, എനിക്ക് 5 കൊഴുക്കട്ടയും അതുപോലെ നെല്ലിക്ക ജ്യൂസും വേണമെന്ന് പറയും. അന്നേരം അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, 5 എണ്ണം വേണോ? 5 എണ്ണമൊക്കെ സാറ് കഴിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ 5 എണ്ണം കൂടിപ്പോയോ? എനിക്കിപ്പോൾ അത് കഴിക്കാനാണ് തോന്നുന്നത്, എനിക്കേതായാലും അത് മതി എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും നീ ഓർഫണേജിൽ നിന്നും കഴിച്ചിട്ടില്ലേ? ഓർഫണേജിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെയല്ലേ, അപ്പോൾ വല്ലപ്പോഴൊക്കെ കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്, രേവതിക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ ആ ഒരു പേര് കേൾക്കുന്ന സമയത്തിന് രേവതിക്കുട്ടി, ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, സർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തിന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു പേര്, രേവതി, ചിന്നു, അലീന എന്നൊക്കെ, നിങ്ങൾക്കെന്താ ശരിക്കും ഒരു ഇനീഷ്യൽ പോലും ഇല്ലേന്ന് ചോദിക്കും. അന്നേരം അലീന അങ്ങനെ അന്തിച്ച് നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ വീണ്ടും ഇങ്ങനെ ഓരോ പേര് കൂടെ കൂട്ടിച്ചേർത്ത് പറയാണ്. PR രേവതി, അലീന സ്റ്റാൻലി, പിന്നെ ചിന്നുവിന് വേറൊരു പേര് കൂട്ടി പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, അത് കേൾക്കാൻ നല്ല രസമുണ്ട്, അലീന സ്റ്റാൻലി. അതേതായാലും നല്ലതാ, സർ എന്താ പെട്ടെന്ന് അങ്ങ് പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയും. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന സ്റ്റാൻലി എന്നാണോ അലീന ബാലചന്ദ്രനാണോ നിനക്ക് ഇഷ്ടമെന്ന് ചോദിക്കുന്ന സമയത്തിന്, അത് നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ, അത് നല്ല പവർഫുൾ നെയിമാണ് എന്നിങ്ങനെ പറയുന്ന സമയത്തിന്, ആ പേര് നിനക്ക് വേണമെന്ന് ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. അന്നേരം വിഷമത്തോടു കൂടെ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതാവണമെങ്കിൽ ഞാൻ സാറിൻ്റെ മകളാവണ്ടേന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, മകളാക്കാം, അങ്ങനെ മകളാക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്നെ അച്ചാന്ന് വിളിക്കുകയും ചെയ്യണമെന്ന് പറയും. അന്നേരം അലീനക്കൊന്നും മനസ്സിലാവാതെ അങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അച്ഛ, അമ്മ, നീ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, ഞാൻ പള്ളിയിൽ അച്ഛനെ അച്ചാന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ആ അച്ഛനല്ലല്ലോ ഈ അച്ഛൻ എന്നൊക്കെ ചോദിക്കട്ടെ ബാലചന്ദ്രൻ. അലീന പറയുന്നുണ്ട്, ഇവിടെ ബബിതയും കൃഷ്ണമോളൊക്കെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ഞാനും അങ്ങനെ വിളിക്കാനൊക്കെ കുറേ അധികം കൊതിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ ആ ആഗ്രഹമൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് പറയാണ്. അന്നേരം ആകെ വിഷമായിരിക്കട്ടോ. അലീന പറയുന്നത്, ഞാൻ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്തന്നെ, എന്താ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണോ എന്ന് ചോദിക്കാണ് ബാലചന്ദ്രൻ. അന്നേരം ഞാൻ എങ്ങോട്ടേക്ക് രക്ഷപ്പെടാനാണെന്ന് ചോദിക്കുന്ന സമയത്തിന്, എങ്കിൽ പോ, എന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറയും.
അങ്ങനെ അലീന അവിടെ നിന്നങ്ങ് പോകുന്നതിന് ശേഷം ഭയങ്കര സന്തോഷത്തിലായിരിക്കും കേട്ടോ. എന്നിട്ട് അലീന ബാലചന്ദ്രനെ അച്ഛാ എന്ന് വിളിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും റൂമിലേക്ക് നോക്കിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ തനിക്ക് മകൾ എന്ന സ്ഥാനം തന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് അലീന നിൽക്കുന്ന സമയത്തിന് അലീനയുടെ കാര്യമെല്ലാം ചിന്തിച്ച് വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കും ബാലചന്ദ്രൻ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ഇങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തായിരിക്കട്ടെ കമലം വിളിക്കുന്നത്. കമല വിളിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ഇങ്ങോട്ടേക്കൊന്ന് തിരിച്ചു വിളിക്കുക പോലും ചെയ്യാത്തത്? അന്നേരം എനിക്ക് സമയം കിട്ടിയില്ല ഏട്ടത്തി, അതുകൊണ്ടാന്ന് പറയുന്ന സമയത്തിന് ആ ഹോം നേഴ്സിനെ എന്തിനാ അവിടെ നിന്നും പറഞ്ഞു വിട്ടത്? അതിനാൽ ആ ഏജൻസിക്കാർ എന്നെ പറയാത്തതൊന്നും ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവരെന്ത് പറയാനാ, 10,000 രൂപയല്ലേ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇനി കൂടുതൽ എന്ത് സംസാരിക്കാനാന്ന് ചോദിക്കും. അയ്യോ അപ്പം നീ പൈസയും കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തന്നെ പിന്നല്ലാതെ 10,000 രൂപ കൊടുത്തിട്ടില്ല ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയും. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ നീ അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടത്? അവളെ സ്വഭാവം ശരിയല്ലായിരുന്നോ? അവളെ അവിടെ നിർത്താൻ കൊള്ളില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട് നിർത്താനൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ബാലചന്ദ്രൻ സമ്മതിച്ചില്ല. അമ്മയെ നോക്കാനുള്ള ഹോം നേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ കൊല്ലപ്പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടോന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണെന്ന് പറയാട്ടോ. കമല ചോദിക്കുന്നു, നീ എന്തിനാ ആ ഹോം നേഴ്സിനെ നേരെ ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് കൊണ്ടുവിട്ടത്? 2 ദിവസം അമ്മയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അമ്മയുടെ റൂമിൽ തന്നെ നിർത്താൻ പോരായിരുന്നോ? 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് അവളെ അങ്ങനെ ഒളിപ്പിച്ച് നിർത്താൻ പറ്റുമോ കമലയെടുത്തി എന്നൊക്കെ ചോദിക്കട്ടെ വൈജ. ആവശ്യമുണ്ടെങ്കിൽ പറ്റും, അവളങ്ങനെ പോവാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവൾ അവിടെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ പോരായിരുന്നോ? വൈജയന്തി പറഞ്ഞിട്ട് ഞാൻ അവളോട് ഇവിടെ നിന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ്. അങ്ങനെ ബാലചന്ദ്രൻ നേരെ ഹാളിലേക്ക് വന്നപ്പോഴാണ് അവൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടത്. അന്നേരം തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. അന്നേരം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറയും. അന്നേരം കമല പറഞ്ഞിട്ട്, അയ്യോ അവിടെയും നീ തോറ്റുപോയല്ലോ വൈജയ എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട്, അങ്ങനെ എവിടെയും തോറ്റു പോകുന്നവളൊന്നുമല്ല ഞാൻ. എൻ്റെ മനസ്സിൽ ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും, ഈ വൈജയന്തി ജയിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ നീ പൊട്ടത്തരൊന്നും കാണിച്ചേക്കരുത് കേട്ടോ എന്ന് പറയുന്ന സമയത്തിൻ്റെ പൊട്ടത്തരോ? അതെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അതെ ചായയിൽ വിഷം ചേർത്ത് കൊടുക്കുക, അയൺ ബോക്സിലെ ഇൻസുലേഷൻ മാറ്റി വെക്കുക, അങ്ങനെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ എന്നാ പറഞ്ഞത് എന്ന് പറയും. ആവശ്യക്കാരേതായാലും അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയട്ടെ കമലം. അപ്പോൾ വൈജയന്തി പറഞ്ഞിട്ട്, ഏതായാലും ഇപ്പോൾ ഫോൺ വെക്ക്, ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അങ്ങനെ ഫോൺ കട്ടാക്കിയതിന് ശേഷം കമൽ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അത്യാവശ്യം ഐഡിയാസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പിടിവിട്ട് കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരിക്കട്ടെ കമല. ഇതേ സമയത്ത് ബബിതയാണെങ്കിൽ തൻ്റെ കാമുകൻ്റെ കൂടെ ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാമുകൻ ഇങ്ങനെ ബബിതയോട് പറഞ്ഞിട്ട്, അതെ നമ്മൾ ഒരു ദിവസത്തെ ഹോം സ്റ്റേക്കാണ് പോകുന്നത്, അപ്പോൾ പൈസയൊക്കെ ഒരുപാടധികം ചിലവാകും, അന്നേരം പൈസയൊക്കെ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നോളാമെന്ന് ബബിത പറയുന്ന സമയത്തിന് കാമുകൻ പറയുന്നുണ്ട്, അങ്ങനെ നിനക്ക് അങ്ങനെ പൈസ ഒറ്റയ്ക്ക് തരാനൊന്നും പറ്റില്ല, ഹോം സ്റ്റേ എന്നൊക്കെ പറയുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ അധികം പൈസക്ക് ചിലവുണ്ട്. ഹോം സ്റ്റേക്ക് തന്നെ 8,000 രൂപയാവും, അത് കഴിഞ്ഞ് ഫുഡ് കാര്യങ്ങളൊക്കെ കുറേ അധികം ചിലവ് വേണ്ടേ? അവരുടെ കൂടെ കുറച്ച് കൂട്ടുകാരും അവരുടെ പേരും കൂടെ ഉണ്ടായിരിക്കട്ടോ. ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളോട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രൈഡേ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് സാറ്റർഡേ മാത്രമേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഒറ്റ ദിവസത്തെ ഫുൾ കറക്കായിരിക്കട്ടെ ഇവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് വൈജയന്തി കയറി വരുന്നത്. വൈജയന്തിയെ കണ്ടതോടുകൂടി തന്നെ ബബിത പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം അങ്ങ് TV ഓൺ ചെയ്യും. വൈജയന്തി ഉള്ളിലേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് ആരെയും കാണുന്നില്ല. നേരെ ബബിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു, ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്തിന് ബബിത പറയുന്നുണ്ട്, അമ്മ കണ്ടില്ലേ, ഞാനിവിടെ TV കാണുമായിരുന്നു എന്ന് പറയും. അന്നേരം കൃഷ്ണമോളെ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ട്യൂഷന് പോയതാണെന്ന് പറയും. രോഹി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ദേഷ്യം വന്നുകൊണ്ട് തന്നെ അലീന എവിടെയെന്ന് ചോദിക്കും. അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്ന സമയത്തിന്, എന്ത് അച്ഛൻ്റെ റൂമിലേക്ക് കയറിപ്പോയെന്നോ, എന്നിട്ട് എത്ര സമയമായി എന്ന് ചോദിക്കും. അന്നേരം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കാണുമെന്ന് പറയുന്ന സമയത്തിന് ദേഷ്യം വരട്ടോ വൈജയന്തിക്ക്. എന്നിട്ട് നീ ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണോ? അവൾ അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ നീ ചെന്ന് നോക്കണ്ടേ അവൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന്, നിനക്കെന്താ അതിന് പോലുമുള്ള ബോധമില്ലേ എന്നൊക്കെ ചോദിച്ച് വൈജയന്തി ദേഷ്യപ്പെടുന്ന സമയത്തേനെ ബബിത പറഞ്ഞിട്ട്, എനിക്കതൊന്നും പറ്റത്തില്ല അമ്മേ, അമ്മക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അവളോട് പറയാമായിരുന്നല്ലോ എന്ന് പറയും. വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, അവൾക്ക് എന്താ അതിൻ്റെ അകത്ത് പരിപാടി, എന്തെങ്കിലും തിന്നാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ തന്നെ അത് കൊടുത്തിട്ട് അപ്പം തന്നെ അവിടെ നിന്നെങ്കിൽ ഇറങ്ങിപ്പോന്നാൽ പോരെ? ബബിത പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമെന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് വേണം ആ മുഖം അങ്ങ് വീർക്കാനേ, ഇനിയിപ്പോൾ ഞാൻ എങ്ങാനും അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് ഒളിഞ്ഞു നോക്കിയെന്ന് വേണം എന്നെ പറയാനെന്നൊക്കെ പറയുന്ന സമയത്തിന് ബബിത പറഞ്ഞിട്ട്, അത് അമ്മയുടെ സ്വഭാവം, അച്ഛനൊരിക്കലും അങ്ങനെയൊന്നും പറയില്ല. വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്ന് കൊടുത്തതിനെ പറഞ്ഞിട്ട്, എന്തൊരു കഷ്ടമാണ്, ഒരു മനസ്സമാധാനം എന്ന് പറഞ്ഞായില്ല. അതിനിടയ്ക്കാണ് ഒരുത്തി അടുക്കളയിലൂടെ ഇങ്ങനെ തുരന്ന് കയറാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട സോഫയിൽ ചെന്നങ്ങ് ഇരിക്കുകയാണ് വൈജയന്തി.
ഇതേ സമയത്ത് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയോട് പറഞ്ഞിട്ട് എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ കൊതിയാവാണ്, അത് നമുക്കങ്ങ് ഓർഡർ ചെയ്താലോ എന്ന് ചോദിക്കും. അന്നേരം അത് വേണ്ടാന്ന് അലീന പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ലല്ലോ, എനിക്ക് കൊതിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കണം, ഇനി ഞാൻ എത്ര കാലം ഇതുപോലെ ജീവനോടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊന്നും നേടിയിട്ടില്ല, ഇനിയുള്ള കാലത്തോളം ഏതായാലും എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും കുടിച്ചൊക്കെ അങ്ങ് ജീവിക്കാമെന്നൊക്കെ പറയും. അന്നേരം അലീന ഉപദേശം പോലെ പറയുന്നിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുമെന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാ എനിക്കിനി ഒരുപാടധികം ആരോഗ്യം, എനിക്ക് ഏതായാലും ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ വിശ്വാസം മൊത്തം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്തിന് അലീന ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറയുന്നത്, നമ്മുടെ വിശ്വാസം നമ്മുടെ കുട്ടികളല്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഇനിയും ജീവിക്കാലോ എന്നൊക്കെ പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ജീവിച്ചത് മൊത്തം എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു, ആ കുടുംബത്തോടുള്ള എൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു, ഇപ്പോൾ ജീവിതത്തിൽ എനിക്കൊരു ഉത്സാഹമില്ല, ഒരു ലക്ഷ്യമില്ല, അങ്ങനെയുള്ള ജീവിതം എന്തൊരു നരകമാണെന്ന് ഓർത്തു നോക്കിയെന്നൊക്കെ പറയും. അന്നേരം അലീന പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്, ഇതിനു മുൻപ് ബാലചന്ദ്രൻ സാറിനുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴുമുണ്ട്, കുറച്ച് നാൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും, അതിനിനിയും പറ്റുമെന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അതിനൊന്നും പറ്റുമെന്നൊന്നും എനിക്കിനി തോന്നുന്നില്ല, മനസ്സിനൊരു ഉത്സാഹമില്ല, ഒരു ലക്ഷ്യമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് എല്ലാവരോടുള്ള വിശ്വാസമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു, എല്ലാവരും ചേർന്നിട്ട് എന്നെ പറ്റിക്കുവാണ്, എൻ്റെ മക്കളും ഭാര്യയും എല്ലാവരും ചേർന്നിട്ട് എന്നെ പറ്റിക്കുവാണ്, ഇപ്പതേ എൻ്റെ അടുത്ത് നിന്നിട്ട് ഈ സാരോപദേശം നൽകുന്ന നീ പോലും എന്നെ പറ്റിക്കുന്നില്ലേ എന്ന് ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. അത് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ആകെ സങ്കടം വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. വീണ്ടും ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് എന്താ പറ്റിക്കുവാണോ അല്ലേ ആണോ അല്ലേ എന്നിങ്ങനെ തിരിച്ചും മറിച്ചും ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അലീന പറഞ്ഞത് സാറിനെ പറ്റിച്ചിട്ട് എനിക്ക് ഏതായാലും ഒന്നും നേടാനൊന്നുമില്ല, ഒന്നും നേടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത് സാറിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഇനിയിപ്പോൾ സാറിന് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നൊക്കെ പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒന്നിനും വേണ്ടിയിട്ടില്ല, ഒന്നും നേടാൻ വേണ്ടിയിട്ടില്ല എന്ന കാര്യം എനിക്ക് നന്നായിട്ടറിയാം, ഇനി അങ്ങോട്ട് നിൽക്കുന്നതും അതിന് വേണ്ടിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, നീ ഇവിടെ നിന്നും ഏതായാലും പോവാൻ തീരുമാനിക്കുമല്ലോ, ആ സമയത്തിന് നിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന കാര്യം ഞാൻ പറയാമെന്നും പറയും. ബാലചന്ദ്രൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ഭയങ്കര സങ്കടമായിരിക്കും, കാരണം ബാലചന്ദ്രൻ്റെ ഓരോ വാക്ക് കേൾക്കുന്ന സമയത്തിനൊക്കെ എന്തൊക്കെയോ സത്യം ബാലചന്ദ്രനെ മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോവാട്ടെ അലീനക്ക്. അങ്ങനെ അലീന ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് മുറിയിൽ നിന്നിങ്ങനെ പോവാണ്. പോകുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഇനി ഏതായാലും നീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അലീന അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. അങ്ങനെ അലീന ആകെ ഇങ്ങനെ വിഷമത്തോട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അങ്ങനെ അലീന സങ്കടപ്പെട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നതും കാത്തുകൊണ്ടതിന് വൈജയന്തി അവിടെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ട ഉടനത്തിന് വൈജയന്തിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ടായിരിക്കട്ടോ അലീനയോട് സംസാരിക്കുന്നത്. അതെ, ഞാൻ കൈതക്കൽ മാലക വീട്ടിൽ നല്ല അന്തസ്സുള്ള അച്ഛനും അമ്മക്കും പിറന്ന മോളാണ്, അല്ലാതെ നിന്നെ പോലെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞത് ആ അത് ശരിയാണ്, ആ അച്ഛൻ്റെയും അമ്മയുടെയും അന്തസ്സൊക്കെ മേഡം ഇന്നേ വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ അലീന ഒരു പരിഹാസത്തോടെ ചോദിക്കുകയാണ്. എന്നാൽ ബബിതയുടെ മുന്നിൽ വെച്ച് തന്നെ വൈജയന്തി അലീന ആ ഒരു ചോദ്യം ചോദിച്ചതോടുകൂടി തന്നെ വൈജയന്തിക്ക് ആകെ ഇങ്ങനെ നാണം കെട്ട് നിന്ന് പോവട്ടോ. ശരിക്കും ഒരു അടി കിട്ടിയതുപോലെ തോന്നുകയാണ് വൈജയന്തിക്ക്. വൈജയന്തിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ അലീന സംസാരിച്ചത് കൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും കയറി പോവട്ടോ വൈജയന്തി. ആ സമയത്തിന് ബബിതക്കും ദേഷ്യം വരും. ബബിത ചെന്നിട്ട് ഇങ്ങനെ അലീനയോട് ചോദിക്കുന്നത് നീ എന്ത് ഉദ്ദേശത്തിലാടി എപ്പോഴും എൻ്റെ അച്ഛൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത്? എന്നാൽ ബബിത പോലും തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ദേഷ്യം വരാണ്. അലീന പറയുന്നത് നീ കണ്ണി കണ്ട ആൺപിള്ളേരെങ്ങനെ ബെഡ്റൂമിലേക്ക് വലിച്ചു കയറ്റുന്ന അതേപോലത്തെ നിന്റെ സ്വഭാവം എന്നല്ല എനിക്കുള്ളത്, അങ്ങനത്തെ സ്വഭാവം ഏതായാലും എനിക്കില്ലടി, അത് ആർക്കാനുള്ളത് എന്ന കാര്യം നീ നന്നായിട്ട് തെളിയിക്കുന്നുണ്ടല്ലോ. എന്നാൽ അലീനയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ബബിതക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട് എന്ന കാര്യം വൈജയന്തി അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. വൈജയന്തി ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ വൈജയന്തിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അലീന ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ബബിത ആകെ ഇങ്ങനെ നാണം കെട്ടു പോവാണ്. അമ്മക്ക് മുന്നിൽ ഇങ്ങനെ പേടിയോടുകൂടെ നിറ കണ്ണുകളോട് ഇങ്ങനെ പേടിച്ച് നോക്കി നിൽക്കുമായിരിക്കട്ടെ ബബിത. അലീന പറഞ്ഞത് ശരിയായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ബബിതയെ ചോദ്യം ചെയ്യുന്നുണ്ട് വൈജയന്തി. എന്നിട്ട് വൈജയന്തി വീണ്ടും അലീനയോട് വന്നിങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ അലീന പറയുന്നത് മാഡം എന്നോട് ഇങ്ങനെ മത്സരിക്കാനൊന്നും വരണ്ട, അപ്പോൾ പിന്നെ മാഡം തോറ്റു പോവത്തേ ഉള്ളൂ, അതൊക്കെ നല്ലോണം ആലോചിച്ചതിന് ശേഷം മാത്രം എന്നോട് മത്സരിക്കാൻ നിന്നാൽ മതി എന്ന് പറയും. അന്നേരം വൈജയന്തി പറഞ്ഞത് ഇല്ലടി, നിന്നെ ഞാൻ ഏതായാലും അധിക കാലമൊന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ലടി, അതേടി നിന്നെ എവിടെ നിന്നും പുറത്താക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം, നിന്നെ ഇന്നത്തോടു കൂടെ തന്നെ ഞാൻ ഇവിടെ നിന്നും പറപ്പിക്കുമെന്നിങ്ങനെ ദേഷ്യത്തോടു കൂടെ പറയായിരിക്കട്ടോ വൈജയന്തി. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം തന്നെ മുകളിൽ നിന്ന് ബാലചന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു.
ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അലീന ആ വാഷിംഗ് മെഷീൻ്റെ സൈഡിലായിട്ട് ഒരു ചൂരലിരിക്കുന്നുണ്ട്, നീ ആ ഒരു ചൂരിൽ നിന്ന് എനിക്ക് എടുത്തുകൊണ്ട് വന്നേന്ന് പറയും. വൈജയന്തി വളരെ മോശ രീതിയിൽ അലീനയോട് സംസാരിക്കുന്നതും കേട്ടുകൊണ്ടാണല്ലോ ബാലചന്ദ്രൻ ഇത് പറയുന്നത്. അങ്ങനെ ആ ഒരു വടിയും എടുത്തുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ നേരെ വൈജയന്തിയുടെ നേർക്കങ്ങ് വരികയാണ്. ആ സമയത്തിന് വൈജയന്തിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. ബാലചന്ദ്രൻ തന്നെ അടിക്കാൻ പോവാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.